നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മുൻ മന്ത്രി KT ജലീൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ചില പോസ്റ്റുകളൊക്കെ ഇടും. അതൊക്കെ വിവാദമാകുകയും ചെയ്യും. എന്നാൽ നേരത്തെ രാഷ്ട്രീയ വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ജുഡീഷ്യറിക്ക് തന്നെ അപമാനമാകുന്ന ചില പരാമർശങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ പോസ്റ്റിൽ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പല്ലും നഖവും കഴിഞ്ഞ് അപമാനിതനായി ലോകായുക്ത സിറിയക്കിൻ്റെ പടിയിറക്കം. സിസ്റ്റർ അഭയ വധിക്കപ്പെട്ടിട്ട് 32 വർഷം തികയുന്ന ദിവസമാണ് 2024 മാർച്ച് 27. അതേ ദിവസമാണ് ലോകായുക്ത സിറിയക് ജോസഫ് തലകുനിച്ച് അപമാനിതനായി ലോകായുക്തയുടെ പടിയിറങ്ങുന്നത്. പുലിയെപ്പോലെ വന്ന് എലിയെപ്പോലെ മടങ്ങുന്ന അദ്ദേഹത്തോട് ചിലത് ഓർമ്മപ്പെടുത്താനുണ്ട്. അഭയ എന്ന പാവം കന്യാസ്ത്രീയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയും തൻ്റെ ഭാര്യ സഹോദരി ഭർത്താവിൻ്റെ ഫാദർ തോമസ് കോട്ടൂരിനെ രക്ഷിച്ചെടുക്കാൻ ജഡ്ജ് എന്ന പദവി ദുരുപയോഗം ചെയ്ത് താങ്കൾ നടത്തിയ ഇടപെടലുകളുടെ ശാപം അങ്ങയുടെ തലയിൽ എക്കാലവും നിബന്ധിച്ചുകൊണ്ടിരിക്കും. പ്രതിഫലം കിട്ടിയാൽ എന്ത് അന്യായവും പ്രവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ലോകായുക്ത സിറിയക് ജോസഫ് ഇരുന്ന കസേരയുടെ മഹത്വത്തിന് തീരാക്കളങ്കം തന്നെയാണ്. നീതി എന്ന വാക്കിന് തൻ്റെ ജുഡീഷ്യറി ജീവിതത്തിൽ പുല്ലുവില കൽപ്പിച്ച മറ്റൊരു ന്യായാധിപൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ സിറിയക്കിനെ പോലെ വേറൊരാൾ ഉണ്ടാവില്ല. 3.5 വർഷം സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നിട്ട് ആകെ സിറിയക് വിധി പറഞ്ഞത് കേവലം 7 കേസുകളിൽ മാത്രം. രാഷ്ട്രീയ നേതാക്കളുടെ പെട്ടി പിടിച്ച് ജഡ്ജിയായാൽ എങ്ങനെയിരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സിറിയക് ജോസഫ്. അദ്ദേഹം ഇന്നോളം വിധി പറഞ്ഞ വിരലിലെണ്ണാവുന്ന കേസുകളും അനന്തമായി നീട്ടിക്കൊണ്ടുപോയ കേസുകളും വിശകലനം ചെയ്താൽ അതിൽ ഓരോന്നിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച ഭൗതിക നേട്ടം മനസ്സിലാക്കാം. പ്രമാദമായ ഒരു കേസിൽ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ രക്ഷപ്പെടുത്തിയതിന് തൻ്റെ അനുജൻ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ ജാൻസി ജെയിംസിന് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവി വിലപേശിയാണ് UDF ഭരണകാലത്ത് സിറിയക് വാങ്ങിക്കൊടുത്തത്. ഒരു സ്വകാര്യ കോളേജ് അധ്യാപകൻ മാത്രമായിരുന്ന തൻ്റെ സഹോദരൻ ജെയിംസ് ജോസഫിനെ ഹയർ സെക്കൻഡറി ഡയറക്ടറാക്കിയതും വളഞ്ഞ വഴിക്കാണ്. കേരള ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി കിട്ടാൻ ജഡ്ജിമാർക്ക് കൊടുക്കാനെന്ന വ്യാജേന കക്ഷികളിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണത്തിന് വിധേയനായ അഡ്വക്കേറ്റ് സൈബി കിടങ്ങൂർ സിറിയക് ജോസഫിൻ്റെ ഏജൻ്റായിരുന്നു എന്നത് അഭിഭാഷകർക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. സിറിയക് ജോസഫ് കർണാടക ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ അഡ്വക്കേറ്റ് സൈബി ബാംഗ്ലൂരിലേക്ക് പ്രാക്ടീസ് മാറ്റിയത് രഹസ്യമായ പരസ്യമാണ്. സിറിയക് ജോസഫ് സുപ്രീം കോടതിയിൽ ജഡ്ജിയായപ്പോൾ വിവാദ വക്കീൽ ഡൽഹിയിലേക്ക് തൻ്റെ താവളം മാറ്റിയതായ ആക്ഷേപവും നിലവിലുണ്ട്. അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സിറിയക് ജോസഫിൻ്റെ സ്വദേശത്തും വിദേശത്തുമുള്ള അവിഹിത സമ്പാദ്യത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനും പ്രധാനമന്ത്രിക്കും നിയമമന്ത്രിക്കും മനുഷ്യാവകാശ പ്രവർത്തനായ ജോമോൻ പുത്തമ്പരക്കൽ നൽകിയ പരാതി വളരെ ഗൗരവമുള്ളതാണ്. ഒരു സർക്കാർ സ്ഥാപനം മെച്ചപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരാൾക്ക് 1 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷൻ നിയമനം നൽകിയതിൻ്റെ പേരിലാണ് എനിക്കെതിരെ ലോകായുക്ത സിറിയക് ജോസഫ് വിധി പറഞ്ഞത്. എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എൻ്റെ ഭാഗം കേൾക്കുകയോ ചെയ്യാതെ തികച്ചും ഏകപക്ഷീയമായിരുന്നു ആ വിധി. എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കലായിരുന്നു അതിനു പിന്നിലെ ഗൂഢലക്ഷ്യം. UDF അധികാരത്തിൽ വന്നാൽ തനിക്കും കുടുംബത്തിനും വാഗ്ദാനം ചെയ്യപ്പെട്ട പദവികളാണ് ആ പ്രമാദ വിധിയുടെ പിന്നിലെ പ്രചോദനമെന്നാണ് പൊതുവെ കേൾക്കുന്ന ആരോപണം. എനിക്കെതിരെ വിധി വാങ്ങിക്കൊടുത്താൽ പ്രതിഫലമായി UDF വന്നാൽ അഡ്വക്കേറ്റ് ജനറലാക്കാമെന്ന വാഗ്ദാനമാണ് കേസിൽ ഹാജരായ കോൺഗ്രസ്സുകാരനായ പ്രമുഖ വക്കീലിന് UDF നേതൃത്വം നൽകിയിരുന്ന ഉറപ്പ്. മേൽക്കോടതിയിൽ അപ്പീലിന് പോലും എതിർകക്ഷിക്ക് അവസരം നൽകാത്ത ലോകായുക്ത നിയമത്തിലെ 14-ാം വകുപ്പ് നിലനിന്നിരുന്നുകൊണ്ടാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഞാൻ കൊടുത്ത അപ്പീൽ ഹർജി പരിഗണിക്കാതെ പോയത്. അല്ലാതെ കേസിൽ മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല. അതറിയാമായിരുന്നിട്ടും തൻ്റെ വിധി ഹൈക്കോടതിയും സുപ്രീം കോടതിയും അംഗീകരിച്ചു എന്ന മട്ടിലാണ് സിറിയക് ജോസഫ് മേനി പറഞ്ഞു നടന്നത്. സിറിയക്കിനെ ആവാഹിച്ച 14-ാം വകുപ്പെന്ന കുട്ടിച്ചാത്തനെയാണ് ഭ്രമയുഗം എന്ന സിനിമയുടെ അവസാനത്തിൽ സംഭവിച്ച പോലെ കേരള നിയമസഭ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്ത് കുടിയിറക്കിയത്. അത് ശരിവെച്ച് ഇന്ത്യൻ പ്രസിഡന്റ് കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തു. സത്യസന്ധരും നീതിമാന്മാരുമാകും ലോകായുക്തമാരായി നിയമിക്കപ്പെടുക എന്ന നിഗമനത്തിലും വിശ്വാസത്തിലുമാണ് അപ്പീൽ അധികാരമില്ലാത്ത വകുപ്പ് ലോകായുക്ത നിയമത്തിൽ സഖാവ് EK നയനാർ മുഖ്യമന്ത്രിയായിരിക്കെ ചേർത്തത്. സിറിയക് ജോസഫിനെ പോലെയുള്ള ഗോഡ്സേമാർ ആ സ്ഥാനത്ത് വരുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. ആ 14-ാം വകുപ്പാണ് 1 വർഷത്തെ ഡെപ്യൂട്ടേഷൻ നൽകിയ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ അദ്ദേഹം
ബാധകമാക്കിയത്. കൂലിയും വേലയുമില്ലാത്ത ഒരാൾക്ക് സ്ഥിര നിയമനം നൽകിയതാണെങ്കിൽ അല്പമെങ്കിലും ന്യായം പറയാമായിരുന്നു. ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ജനറൽ മാനേജരായി നല്ല ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളെയാണ് ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലേക്ക് 1 വർഷം ഡെപ്യൂട്ടേഷൻ നൽകി നിയമിച്ചത്. അനാവശ്യമായ വിവാദമുയർന്നപ്പോൾ സർക്കാരിന് 1 രൂപ പോലും നഷ്ടം വരുത്താതെ അയാൾ രാജിവെച്ച് പോവുകയും ചെയ്തു. മിസ്റ്റർ സിറിയക് ജോസഫ്, അന്ന് ഡെപ്യൂട്ടേഷൻ നൽകപ്പെട്ട വ്യക്തി, ഇപ്പോൾ ജോലി ചെയ്യുന്നത് ദേശസാൽകൃത ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയുടെ കേരളത്തിലെ എണ്ണം പറഞ്ഞ ഒരു പട്ടണത്തിലെ ചീഫ് മാനേജരായിട്ടാണ്. താങ്കളുടെ സഹോദരപുത്രി അഡ്വക്കേറ്റ് തുഷാര ജെയിംസിനെ ഹൈക്കോടതിയിൽ ജഡ്ജിയാക്കാൻ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ അവിടുത്തെ തൂപ്പുകാരന് പോലും അറിയാം. കൊളീജിയത്തിലെ നീതിമാന്മാർ അത് മനസ്സിലാക്കി ഉയർന്നും പ്രവർത്തിച്ചു. അതുകൊണ്ട് മാത്രമാണ് സിറിയക്കിൻ്റെ ലക്ഷണമൊത്ത പിൻഗാമിയായി രണ്ടാമതൊരു പുഴുക്കുത്ത് പാനലിൽ വരാതിരുന്നത്. അതിലൂടെ രക്ഷപ്പെട്ടത് ഇന്ത്യൻ ജുഡീഷ്യറിയാണ്. ശുപാർശകൾ ചെയ്യിച്ചും മറ്റുള്ളവരുടെ കാല് പിടിച്ചും സിറിയക് ജോസഫ് നേടിയ എല്ലാ പദവികളുടെയും ആടയാഭരണങ്ങൾ ഇന്നോടെ അഴിഞ്ഞു വീഴുകയാണ്. അന്യായം പ്രവർത്തിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് എത്രയോ വർഷങ്ങളായി ലോകായുക്ത നിയമത്തിൽ തെളിഞ്ഞു കിടന്നിരുന്ന 14-ാം വകുപ്പ് ഇന്നവിടെ ഇല്ലാത്തത്. ന്യായാധിപൻ്റെ ഗൗണില്ലാതെ വീട്ടിലെ ചാരുകസേരയിൽ മലർന്നു കിടക്കുമ്പോൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. അവിഹിത ഇടപാടുകളുടെ രക്തക്കറ പുരണ്ട കൈകൾ വെറുതെ ഒന്ന് മൂക്കിനടുത്തേക്ക് അടുപ്പിച്ചു പിടിക്കണം. 1000 വർഷം കുമ്പസാരിച്ചാലും യേശുദേവൻ പൊറുക്കാത്ത പാപങ്ങളുടെ മാറാപ്പിൻ്റെ ഭാരം അപ്പോൾ തലച്ചോറിലേക്ക് തുളച്ചു കയറും. ദേഹവും ദേഹിയും വേർപിരിയുന്ന നിമിഷം വരെ അത് സിറിയക്കിനെ വേട്ടയാടുകയും ചെയ്യും. സിറിയക് ജോസഫ് കൊടിയ അന്യായം കാണിച്ച നിരവധി കക്ഷികൾ എന്നെ പല സന്ദർഭങ്ങളിലായി ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അതൊക്കെ വെച്ച് തൂക്കി നോക്കിയാൽ ഒരു ദിവസം പോലും മനസ്സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ സിറിയക് ജോസഫിന് കഴിയില്ല. 3 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ദിവസങ്ങളോളം വട്ടമിട്ട് പറന്ന് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ടും ഒരു നയാ പൈസയുടെ അവിഹിത സമ്പാദ്യമോ അക്കൗണ്ടുകളിൽ ക്രമക്കേടോ കണ്ടെത്താൻ പറ്റാത്ത എന്നെപ്പോലെ ഒരു സാധാരണ പൊതുപ്രവർത്തകനെ നീതിരഹിതവും അകാരണവുമായി അപമാനിക്കുകയും താറെടുക്കുകയും ചെയ്ത മുൻ ലോകായുക്ത സിറിയക് ജോസഫിന് അശാന്തവും അസമാധാനപൂർണവുമായ ഒരു റിട്ടയർമെൻറ്റ് ജീവിതം ആശംസിക്കുന്നു. ഇതാണ് KT ജലീലിൻ്റെ പോസ്റ്റ്. ഇത് വായിച്ച് എൻ്റെ ഊപ്പാട് തന്നെ തീർന്നു. ഇത് ശാപവചനങ്ങളാണ്. ശപിച്ച് അടക്കിക്കളഞ്ഞു. ആരാണ് KT ജലീൽ എന്ന മഹാൻ? ഇവിടെ ലോഡ് കണക്കിന് മതപുസ്തകമൊക്കെ ഗ്രീൻ ചാനൽ വഴിയൊക്കെ ഇറക്കി വിതരണം നടത്തിയ മഹാനാണ് ഈ കിടന്ന് ഡയലോഗ് അടിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് എന്താ ഇതിനൊക്കെ പറയേണ്ടത്. ഇത്രയും ശാപവാക്കുകൾ എഴുതേൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോകാൻ ഈ സിറിയക് ജോസഫ് എന്ന വ്യക്തിയാണ് കാരണമായത്. ലോകായുക്തയിലിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വിധിയാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതിൻ്റെ കലിയായിരിക്കാം. ഈ 2 പേരും നല്ല ബെസ്റ്റ് ടീമുകളായതുകൊണ്ട് നമുക്കതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. ഇത് മോപ്പിച്ചു കൊടുക്കുക എന്ന ഒരു ലളിതമായിട്ടുള്ള പണി മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പക്ഷേ ജലീൽ ഇവിടെ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. പിണറായി വിജയന് വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ജലീൽ. ഇപ്പോൾ ഈ ചെടിവാരി എറിഞ്ഞ വ്യക്തി ആ പിണറായി വിജയൻ്റെ ഇഷ്ടക്കാരനാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണോ അയാളെ ഇത്രയേറെ വ്യക്തിഹത്യ ചെയ്തിരിക്കുന്നത് എന്നേ അറിയാനുള്ളൂ. അതോ ഇനി പിണറായി വിജയൻ്റെ ആശീർവാദത്തോടു കൂടി തന്നെ അധികാരം വിട്ടപ്പോൾ ഇനി എന്ന സിറിയക് ജോസഫിനെ അങ്ങ് താറടിച്ചേക്കാം എന്ന ലക്ഷ്യത്തോടെ ചെയ്തതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.